എൻ്റെ രണ്ടാമത്തെ ടൂറാണ്. കുടുംബത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഭാര്യ സിബിൾ ജോർജ്, ഒരു മകള് റിയ ജോർജ്. ഭാര്യയുടെ പേരെന്താ? ലേക്ക് ഫോർട്ട് സ്കൂളിൽ പഠിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു ഇളയ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട്, റോബിൻ. പിന്നെ ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞു? ജനങ്ങളുള്ളപ്പോൾ ഇത്രയും കൂടുതലൊന്നും പറയുന്നില്ല. മൈക്ക് മിസ്റ്റർ അജി മേനോന് കൈമാറുന്നു. ഒപ്പം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പൂർവ്വ സ്മരണകളൊക്കെ ഇറക്കിക്കൊണ്ട് നൽകുന്നത്. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അദ്ദേഹം ഒരു നാടക നടനാണ്. അതെ, ഇനിയും എന്തൊക്കെയാണ് അദ്ദേഹം തന്നെ നമ്മളോട് പറയും അദ്ദേഹം ആരാണെന്നുള്ളത്. ഹലോ, ഞാൻ സന്തോഷ്. ഈ പറഞ്ഞതൊന്നുമല്ല ഞാൻ കേട്ടോ, ഈ പറഞ്ഞതൊന്നുമല്ല. നമ്മളെ എന്നാൽ കഴിയുന്ന എളിയ സംഭാവനകൾ ഈ ടൂറിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൂറിൽ ഞാൻ ആദ്യമാണ് എന്ന് വെച്ചാൽ ബാച്ചിലറായിട്ട് ഞങ്ങൾ രണ്ടുമൂന്നാണ് പോയിട്ടുണ്ട്. ഫാമിലി ടൂറിലേക്ക് ആദ്യമായിട്ടാണ്. നമ്മൾ ക്രോണിക് ബാച്ചിലറാണ്. എന്റെ മുഖം കണ്ടാ പറയും ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. ആര് പറയും? ആരാ പറയുന്നത്? പറയുന്നവരെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ എന്തായാലും നല്ലൊരു ടൂറിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും ഇതിന്റെ ഭാഗമാകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അജിമേന് കൈമാറുന്നു. സന്തോഷം ഇപ്പൊ പറഞ്ഞ കാര്യം സന്തോഷം തന്നെ പറഞ്ഞു. ഏത് പയ്യനായതൊന്നും അല്ല, ഏത് ക്ലാസ്സിലാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ എന്താ പുഞ്ചിരി ട്രാവൽസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കൂടെ വേണ്ടിയിട്ട് കുഞ്ഞ് സംസാരിച്ചോ? ആ കുട്ടി വന്നില്ലല്ലോ, ഉണ്ണിയാണെന്ന് പറഞ്ഞല്ലോ. ആ കുട്ടി എന്തേ? ഏത് കുട്ടി? ഉണ്ണിക്കുട്ടി. ഞാൻ മിസ്റ്റർ ഉണ്ണി ജോർജിന്റെ വൈഫാണ്. എന്നെ കുറിച്ചുള്ള ഞങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ണി ജോർജ് തന്നു കഴിഞ്ഞ് ഞാനിപ്പോ രണ്ടാമത്തെ ടൂറാണ് എനിക്ക്. ഈ ആദ്യത്തെ ടൂറാണ് ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം തുറന്നു ഞാൻ പറഞ്ഞു നമുക്കിടയിൽ ഇനി എന്റെ പഠിക്കുന്ന മകൾ വരൂ. റിയ ജോർജ് ആണ്. ലേക്ക് ഫോർട്ട് സ്കൂളിൽ LKG ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ചേച്ചിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അട്ടപ്പാടി തന്നെ വരുള്ളൂ. ചേച്ചി സംസാരിക്കും. റിയ ചേച്ചി സംസാരിക്കുന്നു. ബൈക്കോട്. ഹായ്, ഞാൻ റിയ. 10th സ്റ്റാൻഡേർഡിൽ ലേക്ക് ഫോർട്ട് പഠിക്കുന്നു. പിന്നെ എന്നെ കുറിച്ചുള്ള എല്ലാം എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനൊന്നുമില്ല. താങ്ക് യു. ഞാൻ അമൃത. കൊല്ലത്ത് ട്രിനിറ്റി ലൈസൻസിൽ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എല്ലാ വർഷവും IRA നിന്ന് അച്ഛന്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ടൂർ പോകാറുണ്ട്. നമ്മളെ നോക്കി നിൽക്കാറുണ്ട്. അതുകൊണ്ട് ആ ടൂറൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ടൂറും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതില് കൂടുതൽ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ല ടൂറായിരിക്കാൻ എല്ലാരും കണ്ടിട്ടാണ്. ഗോദ്രേജിന്റെ ബലത്തിൽ എല്ലാരും കൊച്ചുകുട്ടികളാണ്. ഇതില് 2-3 അങ്കിളന്മാരെയും 2-3 ആന്റിമാരെയും അറിയാം. ബാക്കി കുട്ടികളായ
ഏതൊക്കെ അങ്കിൾമാരെ അറിയാമെന്ന് പറയാം. ഉണ്ണിയങ്കിളിനെയും അജിയങ്കിളിനെയും ശിവജി അങ്കിളിനെയും മഹേന്ദ്രൻ അങ്കിളിനെ അറിയാം. ചന്ദ്രബാബു അങ്കിളിനെ അറിയാം. നിങ്ങൾ ആദ്യമാണ്. ആന്റിമാരില് സിബലാന്റി അറിയാം, സീനാന്റി അറിയാം. പിന്നെ അജി അങ്കിളുടെ വൈഫിനെ കണ്ടിട്ടുണ്ട്. എങ്കിൽ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. വേറെ ആരെയും അറിയില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ആരും എണീറ്റിരിക്കാത്തോണ്ട് അറിയത്തില്ല. പിന്നെ കുട്ടികളില് ഉണ്ണിയങ്ങളുടെ മോളെ അറിയാം, മനുഷ്യ പന്ത്രണ്ട് 2 മക്കളെ അറിയാം. വേറെ ആരെയും അറിയില്ല. ആരും എണീറ്റൊന്നും കണ്ടില്ല. ഞങ്ങള് ബാക്കിലായിരുന്നു. കുട്ടികളെ എല്ലാം ഇപ്പൊ എഴുന്നേൽപ്പിക്കാം. സ്കൂള് നല്ല സ്കൂളാണ്. ISC സിലബസ് ആയിരുന്നു. ആക്ടിവിറ്റീസ് അവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്കുള്ള ആക്ടിവിറ്റീസ് ഡാൻസ് ചെയ്യും. ക്ലാസിക്കൽ ചെയ്യില്ല, സെമി ക്ലാസിക്കലും ബ്രേക്ക് ഡാൻസും ചെയ്യുമായിരുന്നു. പിന്നെ ലൈറ്റ് മ്യൂസിക്കും പാട്ടൊന്നും പാടില്ല. അതൊക്കെ കവിത ഒന്നും ചൊല്ലാറില്ല. ചെല്ലുന്നതെല്ലാം കേട്ടിട്ടുണ്ടോ? അച്ഛൻ ഒറ്റയ്ക്ക് ചെല്ലുന്നതെല്ലാം ഈ കേട്ടിട്ടുണ്ടോ? ടൂറിനിടയ്ക്ക് വേണം അച്ഛനൊരു ഓട്ടം അത് ഗ്യാരണ്ടി. നമ്മളെ കൊണ്ടൊന്നും പാടാൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് മക്കളുടെ എന്ന് പറഞ്ഞാ ആരും പാട്ട് പാടാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലൊക്കെ ഇറങ്ങുകയാണ് ഡാൻസ് ഒരു കൈ നോക്കും. പിന്നെ എന്റെ അമ്മയെ ഇതിന് രണ്ടിനും കിട്ടുമെന്ന് തോന്നില്ല. അനിയനെ തീരെയും കിട്ടത്തില്ല. ആള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ആള് കുറച്ച് ആക്റ്റീവ് ആണെങ്കിലും പുറത്തോട്ട് കുറച്ച് ഷൈ ആണ്. പരിചയമില്ലാത്ത നല്ല നല്ല ആക്റ്റീവ് ആണ്. വീട്ടില് 2 പേര് ആക്റ്റീവാ. പുറത്ത് അച്ഛനാണ് കുറച്ചുകൂടെ. കേരളത്തിലെ കുഴപ്പം തന്നെ. പൊതുവെ കേരളത്തില് പേര് മാത്രമേ ഉള്ളൂ. ഗോഡ്സ് ഓൺ കൺട്രി. പണ്ട് മൊത്തത്തിൽ കുഴപ്പം. ഇവിടുന്ന് പോണം. അസൂയ, കുശുമ്പ്, കേരളത്തിന് അടുത്ത് കൂടെ നിന്നിട്ട് പാര വെക്കുന്നത് ഭയങ്കര. റഷ്യയെ പറ്റി പറയരുത്. കാര്യം പറഞ്ഞു. അയ്യാറിയില് ഈ ഡാൻസിനൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. കള്ളന്മാരുടെ കളിയാന്ന് പറയാം. കള്ളന്മാരുടെ ഞാൻ മൗണ്ട് കാർമലിൽ പഠിച്ചതാണ്, തങ്കശ്ശേരിയില്. പിന്നെ +1 ട്വന്റി ലെസ്റ്റ് വന്നതാണ്. ടീച്ചേഴ്സ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് മൗണ്ട് കാർമലിലാണ്. അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്, ട്വന്റിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഗേൾസ് ഞങ്ങൾക്ക് കുറവാ. അത് കാരണം പാർട്ടിസിപ്പേഷൻ ഞങ്ങളങ്ങനെ ഫെസ്റ്റിവൽസിന് പോകാറില്ല. പക്ഷെ ആനുവൽ ഡേക്കൊക്കെ പോകാറുണ്ട്. അതിനൊക്കെ കളിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗിന് പോകാനാണ്. ഞാൻ ബയോളജി എടുത്തിട്ടില്ല, അതുകൊണ്ട് മെഡിസിനോട് മെഡിസിൻ